ശത്രുക്കൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നവനാണ് കറക്റ്റ് സ്പിരിച്വൽ നല്ലതാണ്. അതുകൊണ്ട് ശത്രു ഉണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് കറക്റ്റുള്ള പ്രോഗ്രസ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശരിക്കും സ്വാർത്ഥനായിട്ട് പോകും. അതായത് നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടിച്ച ഒരാളാണെങ്കിൽ പോലും ഈ പകയും വിദ്വേഷവും ഇതൊന്നും മനസ്സിൽ വെക്കാതെ അവനെയും ഹീലാക്കാൻ സമ്മതിക്കുക, നമ്മൾ സ്വയം ഹീലാവുകയും ചെയ്യുക. ഇതാണ് ശരിക്കും പ്രാർത്ഥന. നമ്മൾ മനസ്സിലാക്കുക എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ എത്ര കാലം ജീവിക്കുന്നുണ്ട് ശരിക്കും? 70, 80, 90, 100 മനസ്സിലാക്കുക. 110, 110, 120 ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളിവിടെ എന്തിനാണ് വന്നത് ശരിക്കും? നമ്മളിവിടെ വന്നിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടാക്കി, കുറേ അസുഖങ്ങളുണ്ടാക്കി, കുറേ കട ഉണ്ടാക്കി, കുറേ കുട്ടികളുണ്ടാക്കി, എന്നിട്ട് നമ്മളാണ് മരിച്ചു പോവുകയാണ്. ഇതാണോ ശരിക്കും നമ്മുടെ ജീവിതം? ആണോ? എന്താണ് ഇതുകൊണ്ട് നമുക്ക് നേടിയ എന്താണ്? ആ ജീവിച്ച കാലത്തുള്ള കുറച്ച് ഹാപ്പിനെസ് മാത്രമോ? ഇതല്ല ലൈഫ്. നമുക്ക് കറക്റ്റ് നമ്മുടെ സോളിനൊരു പർപ്പസ് ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം.